എങ്ങനെ പണിയെടുക്കാതെ കാശുണ്ടാക്കാം, എങ്ങനെ രാത്രി ഉറങ്ങുമ്പോഴും കാശുണ്ടാക്കാം, എങ്ങനെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ ലാഭം ഉണ്ടാക്കാം. ഇതൊക്കെയാണ് നമുക്ക് ആളുകൾ കൂടുതൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷെ അതല്ല, ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് പണിയെടുക്കാതെ കാശുണ്ടാക്കുക എന്നുള്ളതല്ല, നമ്മുടെ ബിസിനസ്സിനെ ഒരു അസറ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചില ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, പണിയെടുക്കാതെ കാശുണ്ടാക്കുന്നതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. അല്ല, കാരണം നമുക്ക് ബിസിക്കലി നമുക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അന്നേരം നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ നമുക്ക് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് നമുക്ക് മറ്റൊരു ആപ്പും കൂടെയുണ്ട്, യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ആപ്പും കൂടെയുണ്ട്. അന്നേരം ഇതിനകത്ത് നമുക്ക് വരും സജഷൻസ് വരും, ലൈക്ക് ആൾക്കാർക്ക് എന്താണ് കാണേണ്ടത്, നിങ്ങൾ ഇങ്ങനെയുള്ള കണ്ടന്റ് ഉണ്ടാക്കണം. അന്നേരം നമ്മൾ ഈ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് സജഷൻ വരും. കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, എങ്ങനെ പണിയെടുക്കാതെ കാശുണ്ടാക്കാം, എങ്ങനെ രാത്രി ഉറങ്ങുമ്പോഴും കാശുണ്ടാക്കാം, എങ്ങനെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാതെ ലാഭം ഉണ്ടാക്കാം. ഇതൊക്കെയാണ് നമുക്ക് ആളുകൾ കൂടുതൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷെ അതല്ല, ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് പണിയെടുക്കാതെ കാശുണ്ടാക്കുക എന്നുള്ളതല്ല, നമ്മുടെ ബിസിനസ്സിനെ ഒരു അസറ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ബിസിനസ്, ഈ ബിസിനസ്സിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളവിടെ എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്യുക എന്നുള്ളതല്ല. നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു സിസ്റ്റം അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ആ സിസ്റ്റത്തിന് റൺ ചെയ്യാൻ വേണ്ടുന്നതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ അതിനകത്തോട്ട് ഇറക്കി, ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം, റിട്ടേൺസ് കിട്ടണം. അത് പ്രോഫിറ്റിൻ്റെ രൂപത്തിലായിരിക്കാം. ഓക്കെ, ആ രീതിയിൽ സ്വയം വർക്ക് ചെയ്യുന്ന ഒരു മെഷീനായിട്ട്, ഒരു വെൽത്ത് ക്രിയേഷൻ വെഹിക്കിളായിട്ട് നമ്മുടെ ബിസിനസ്സിനെ മാറ്റുക. അതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫിനാൻഷ്യൽ ഫ്രീഡം വഴി ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ പണം നമുക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുകയാണ്, നമ്മളല്ല പണിയെടുക്കുന്നത്, നമ്മുടെ പണം നമുക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുകയാണ്. എന്നാൽ ഇത് അങ്ങനെ സിമ്പിളായിട്ട് ഒരു ദിവസം കൊണ്ട് അങ്ങനെ നടക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല. ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ, ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം ആവശ്യത്തിന് കൂടുതൽ കുറേ കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടാം, നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇടാം, നിങ്ങൾക്ക് FD ഇടാം. അതിൽ നിന്നൊക്കെ നിങ്ങൾ ഒന്നും ചെയ്യാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടുന്നുണ്ട്. അതെന്താണ്, നിങ്ങളുടെ അസറ്റാണ് അല്ലേ. പക്ഷേ അന്നേരം അവിടെ നമുക്ക് മേ ബി കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് മേ ബി 15% റിട്ടേൺസ് ആയിരിക്കാം. നിങ്ങൾക്ക് അതിൽ കൂടുതൽ റിട്ടേൺസ് ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ മെനക്കെടണം. നമ്മൾ കൂടുതൽ റിട്ടേൺസ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മെനക്കെട് എടുക്കുക. ഇനി അത്രയും മെനക്കെടാൻ വയ്യാന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി റിട്ടേൺസ് കുറവുള്ള അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക. അന്നേരം ബിസിനസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു 25% എബവ് നമ്മൾ ഇട്ട ക്യാപിറ്റലിൻ്റെ 25% മീതെ റിട്ടേൺസ് തരാൻ പൊട്ടൻഷ്യൽ ഉള്ള, നമുക്ക് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല, പൊട്ടൻഷ്യൽ ഉള്ള ഒരു അസറ്റാണ്, പൊട്ടൻഷ്യൽ ഉള്ള ഒരു വെൽത്ത് ക്രിയേഷൻ വെഹിക്കിളാണ്. അന്നേരം അതിനെ അങ്ങനെ ഒരു വെഹിക്കിളാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് കുറച്ച് പണിയുണ്ട്. അത് നമ്മൾ 1 കൊല്ലം കൊണ്ടോ 2 കൊല്ലം കൊണ്ടോ ചിലപ്പോൾ പോസിബിൾ ആയിരിക്കണം നിർബന്ധമില്ല. ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻഡസ്ട്രി നമുക്ക് ടൈം കൂടുതലെടുക്കും. ഓക്കെ, അന്നേരം ആ ഒരു മേഖലയിലേക്ക് എത്തുക എന്ന് പറയുന്നത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അന്നേരം നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ മേ ബി ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ട് വേണേൽ ബിസിനസ് ചെയ്തോ, പക്ഷേ ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ട് ബിസിനസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. കാരണം ഇവിടെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ജസ്റ്റ് എക്സിസ്റ്റൻസിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ്സിന് വരത്തില്ലായിരുന്നു, ഇല്ലേ? ബിസിനസ്സിനെ മെച്ചപ്പെടുത്തണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത്, ഈ ക്ലാസ്സിന് വന്നത്. അന്നേരം നിങ്ങൾ ദയവ് ചെയ്ത് എന്ത് ചെയ്യരുത്, തട്ടിമുട്ടി പോകാൻ വേണ്ടിയിട്ട് ബിസിനസ് ചെയ്യരുത്. നിങ്ങൾ നശിപ്പിക്കുമത്. നിങ്ങളും നന്നാവത്തില്ല, നിങ്ങളുടെ കോമ്പറ്റീറ്ററിനെയും നന്നാവത്തില്ല. കാരണം ഈ തട്ടിമുട്ടി ബിസിനസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓക്കെ, കസ്റ്റമറിന്റെ എന്ത് തോന്നിയവസവും നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ സമയത്താണ്. അതായത് കസ്റ്റമർ പറയുന്ന എന്താണോ അത് നമ്മൾ ചെയ്തേക്കാം. കസ്റ്റമർക്ക് ഇപ്പം പൈസ തരാൻ സൗകര്യമില്ല, ഓക്കെ, 2 കൊല്ലം കഴിഞ്ഞ് തന്നാൽ മതി. ഓക്കെ, കസ്റ്റമർ ഈ പ്രൈസ് പേ ചെയ്യാൻ റെഡി അല്ല, ഓക്കെ, നിങ്ങൾ പറയുന്നതാണ് പ്രൈസ്. അതായത് നമ്മുടെ ബിസിനസ്സിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ കസ്റ്റമറെ തീരുമാനിക്കാൻ വിട്ടുകൊടുക്കുന്നത് എപ്പോഴാണ്, ഓക്കെ, എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് കച്ചവടം നടന്നാൽ മതി. പക്ഷെ നമ്മളിനി പഠിക്കും, കച്ചവടം നടത്തുക എന്നുള്ളതല്ല നമ്മുടെ ഒബ്ജക്റ്റീവ്, അതിൽ നിന്ന് പ്രോഫിറ്റ് നമുക്ക് മെച്ചം എടുക്കുക. അതായത് ബേസിക്കലി ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. നമ്മുടെ കസ്റ്റമർക്ക് ഏറ്റവും നല്ല പ്രൊഡക്റ്റ്, ഏറ്റവും നല്ല സർവീസ് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ എടുക്കുന്ന ആ എഫേർട്ടിന് നമുക്ക് എന്ത് കിട്ടണം, നമുക്ക് റിട്ടേൺസ് കിട്ടണം. അന്നേരം ആ ഒരു നമ്മുടെ ബിസിനസ് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള, പൊട്ടൻഷ്യൽ ഉള്ള ഒരു അസറ്റ് ആണെന്ന് മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്ട്രാറ്റജീസ് നമ്മൾ പ്ലാൻ ചെയ്യണം.